പീഡനാരോപിതനായ അല്ലെങ്കിൽ സെക്ഷൽ പ്രെഡേറ്ററായ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇതാദ്യമല്ല. പണ്ട് ഈ കർത്തവ്യ നിർവഹണം ഏറ്റെടുത്തത് മലയാള മനോരമയായിരുന്നുവെങ്കിൽ ഇന്നത് 24 ന്യൂസിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ എണ്ണം കിട്ടാത്ത ചാനലുകൾ നടത്തുന്ന തരം താണ ഇന്റർവ്യൂകൾ കാണുമ്പോൾ കമന്റ് സെക്ഷനുകളിൽ കളിയാക്കുവാനായി ആളുകൾ പറഞ്ഞ ചില കമന്റുകളുണ്ട്. അതിലൊന്നാണ്, നാളെ ഇനി ഗോവിന്ദചാമിയെയും ഇവർ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുമോ എന്ന്. ചെയ്തേക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്. പണ്ടൊരിക്കൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ വക മനോരമ നടത്തിയ ഒരു ഇന്റർവ്യൂ നാടകം കൂടി ഉണ്ടായിരുന്നു. അതിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ്: സാധാരണ വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം, മിണ്ടാൻ പറ്റാതെ പോയേക്കാം. എന്നാൽ ഇവർ 2 ദിവസം കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന്. അവിടെ ദിലീപ് പ്രതീക്ഷിച്ചത് നിശബ്ദയായി പോയേക്കാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയെയായിരുന്നു. അവിടെ തെറ്റിപ്പോയതാണ് അയാൾക്ക് പിഴച്ച ചുവട്. പിന്നീട് വീണ്ടും ഒരു കവലപ്രസംഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക. അതിന് കുട പിടിക്കാനായി അതിജീവിതയുടെ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് കേട്ട് മനസ്സും അടുത്തുന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണോ? ഒരു സ്ത്രീകളോടും അപമര്യാദയായി പെരുമാറാൻ അറിയില്ലെന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളിൽ വേദന തോന്നും വിധം BGM ഇട്ട് പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണവും ചില്ലറയൊന്നും അല്ല. കൃത്യമായ പ്ലാനിങ്ങുകളോടെ ഒളിവിൽ പോകാനും അരമാസത്തോളം ഒളിവിൽ കഴിയാനും സാധിച്ച ഇയാൾക്ക് ഇത്തരം ഒരു ആരോപണം തേച്ചുമാച്ചു കളയാനും അഭിനയിച്ചു ഫലിപ്പിക്കാനും കഴിവില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? KSU കാലഘട്ടം മുതലേ ഇത്തരം സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഇയാളെ ന്യായീകരിക്കാനും ഇയാൾക്കെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളെ കേട്ടാൽ അറയ്ക്കും വിധം വിശേഷണങ്ങൾ നൽകാനും ഒരു കൂട്ടർ വെമ്പുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ? ചുറ്റും ജീവിക്കുന്ന സഹജീവികളോടും സമൂഹത്തിനോടും ഒരിത്തിരി ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാകണ്ടേ? മനുഷ്യത്വമുള്ളവരാകടോ ആദ്യം. അതേത് മാധ്യമമായാലും ഏത് കൊമ്പത്തെ രാഷ്ട്രീയക്കാരനായാലും.